എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമുള്ള കാര്യമാണ് ടോയ്ലറ്റ്. പക്ഷേ അതേപ്പറ്റി പറയാൻ നമുക്ക് ഇന്ത്യക്കാർക്ക് ഭയങ്കര നാണമാണ്. ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യം ആണ് അത് എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ബോംബെയിലും ഡൽഹിയിലുമൊക്കെ നമ്മുടെ വിമാനത്താവളം എത്ര ഗംഭീരം വിമാനത്താവളമാണത്. പക്ഷേ നമ്മളൊരു ടോയ്ലറ്റ് നോക്കണമെങ്കിൽ നമ്മൾ തപ്പി ചെല്ലണം. എവിടെയാണ് അവിടെ നോക്കി അവിടെ അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ചെല്ലണം. നേരെ മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു ടോയ്ലറ്റ് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. എളുപ്പത്തിൽ കണ്ടുപിടിക്കുക, അടുത്തടുത്ത് സ്ഥലങ്ങളിലുണ്ടാവും. അപ്പോൾ ആ ടോയ്ലറ്റിനോടുള്ള ഒരു വിരോധമാണോ ഒരു അനിഷ്ടമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് പിന്നെ ശരിയായ ഒരു കാര്യമല്ല. ഇവിടെ ഇപ്പം അമേരിക്കയിൽ ഈ പള്ളിയിൽ കുർബാന നടക്കുന്നതിൻ്റെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ടോയ്ലറ്റ് കാണുന്നുണ്ട്, പലപ്പോഴും കാണാറുണ്ട്. എല്ലാ പള്ളിയിലും ഉണ്ട് ടോയ്ലറ്റ്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അടിയിലാകാം, താഴത്തെ നിലയിലാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഇത് പിന്നെ പ്രധാന ഹാളിൽ തന്നെ ഉള്ള സ്ഥലങ്ങൾ പോലും കണ്ടിട്ടുണ്ട്, പള്ളികൾ പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം ഇത് പിന്നെ പ്രായമുള്ള ആളുകളൊക്കെ വരുന്നതാണ്. അവർക്ക് എപ്പോഴാണ് ഇങ്ങനെ ടോയ്ലറ്റിൽ പോകേണ്ടി വരിക എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ഒരുക്കുന്നു. ഇപ്പം പിന്നെ അത് ഒട്ടും മോശപ്പെട്ട ഒരു കാര്യമല്ല. കാരണം നമുക്കെല്ലാം ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമുക്കതൊരു മോശമായിട്ട് എന്തുകൊണ്ടോ തോന്നിപ്പോകുന്നു. ഇതിപ്പോൾ പറയാൻ തോന്നിയത്, ഈ ന്യൂയോർക്ക് സിറ്റി മേയർ മാംദാനി അദ്ദേഹത്തിൻ്റെ പല പരിഷ്കാരങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ബസ്സുകളിൽ സിറ്റി ബസ്സിൽ ഫ്രീ ടിക്കറ്റ്, അതുപോലെ തന്നെ സൗജന്യ യാത്ര, അതുപോലെ തന്നെ കുട്ടികളെ നോക്കാൻ 3 മാസം ഒക്കെ പ്രായം കഴിഞ്ഞ കുട്ടികളെ നോക്കാനായിട്ടുള്ള സംവിധാനം, സൗജന്യമായിട്ടുള്ള സംവിധാനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾക്ക് പേടിക്കാതെ ജോലിക്ക് പോകാം. ഇതിനൊക്കെ സിറ്റിക്ക് ഏതാണ്ട് $12 ബില്യൺ കൂടെ വേണമെന്നാണ് കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും കണക്ക് കൂട്ടിയിട്ട് 7 ബില്യൺ മതി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോക്കലാണ് അനുവദിക്കേണ്ടത്. അവരാണ് അതിനുള്ള സംവിധാനം ഒരുക്കേണ്ടത്. അപ്പോൾ അവർ തൽക്കാലം അത് ചെയ്യുമോ എന്ന് നമുക്ക് അറിയാത്തൊരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം ഈ തൊഴിലാളികളൊക്കെ ധാരാളം പേര് കാത്തി ഹോക്കലിനെതിരെ നീങ്ങുന്നതും കണ്ടു, അവർക്കെതിരെ പ്രസ്താവനയൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നതും കണ്ടു. എന്തായാലും ഈ മാംദാനിയുടെ പരിഷ്കാരങ്ങളിലൊന്നായിട്ട്, ആദ്യത്തെ പരിഷ്കാരമായിട്ട് അദ്ദേഹം സിറ്റിയിൽ പബ്ലിക് ടോയ്ലറ്റുകൾ സ്ഥാപിക്കാൻ പോകുന്നു. ധാരാളം പബ്ലിക് ടോയ്ലറ്റുകൾ പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഇപ്പം സിറ്റിയിൽ ഏതാണ്ട് 8500 പേർക്ക് ഒരു ടോയ്ലറ്റ് എന്ന നിലയിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അതും മക്ഡൊണാൾഡ്സിലോ അല്ലെങ്കിൽ സ്റ്റാർബക്സിലോ ഒക്കെ വേണം ചെന്നാലാണ് കാര്യം നടക്കുക. അപ്പോൾ അത് നമ്മൾ കാപ്പി കുടിക്കുകയോ അല്ലെങ്കിൽ കാപ്പി മേടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് വേണം ഈ ബാത്റൂം ഒന്ന് ഉപയോഗിക്കുന്നതിന്. അപ്പോൾ ആ ഒരു സംവിധാനം ഒന്ന് മാറ്റിയിട്ട് ആളുകൾക്ക് ഉപകാരപ്രദമായൊരു കാര്യം. അല്ലെങ്കിൽ ഈ സബ്വേ ട്രെയിനിലൊന്നും അങ്ങനെ ഒരു സംവിധാനമില്ല. സംവിധാനത്തിന് പറ്റിയ സ്ഥലമല്ല അത്. നേരെ സബ്വേയുടെ പ്ലാറ്റ്ഫോമുകളിൽ ചില ഇടത്ത് മാത്രം ടോയ്ലറ്റ് കാണാറുണ്ട്, ബാക്കിയുള്ളിടത്തുമില്ല. അപ്പോൾ അങ്ങനെ പൊതുവിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണിത്. ഈ സർക്കാർ നല്ല ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്ക് അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം അവർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു നേരെ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല, അവിടെ സംവിധാനമുണ്ട്. നേരെ മറിച്ച് ഈ വെണ്ടർമാർ, ഈ വഴിയിലൊക്കെ കച്ചവടം നടത്തുന്ന ആളുകൾ, ഈ ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവർമാർ, ഊബർ ഡ്രൈവർമാർ, അതുപോലെയുള്ള ആളുകൾ, അവർക്കൊന്നും ഒരു സംവിധാനവും ഇല്ല. അവർക്ക് എവിടെ പോകണം? മക്ഡൊണാൾഡ്സിലോ അല്ല അതുപോലെയുള്ള സ്ഥലങ്ങളിലോ പോകണം. അത് അവരുടെ കടയടച്ചിട്ടോ ഒക്കെ വേണ്ടി വരും അവർക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് ഒരു സംവിധാനമില്ല. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് മാംദാനി ഈ ടോയ്ലറ്റുകളെ പറ്റി ടോയ്ലറ്റ് സ്ഥാപിക്കുന്നത് പ്രഖ്യാപിച്ചത്. അതിനായിട്ട് ഏതാണ്ട് $4 മില്യൺ വകയിരുത്തുകയും ചെയ്തു. അപ്പോൾ അത് ഈ മോഡുലർ ടോയ്ലറ്റ് എന്നാണ് പറയുന്നത്. മോഡുലർ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നതാണ്. അത് വെള്ളം ഉപയോഗിക്കുന്നതും വെള്ളം ഉപയോഗിക്കാത്തതും 2 രീതിയിലുണ്ട്. എന്നാലും ഫ്ലഷ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഉള്ളത്. അപ്പോൾ ഒരു ടോയ്ലറ്റ് ഒരു വർഷം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് $1 ലക്ഷം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള കാര്യമല്ല. ആരും ഇതിനെ വലിയ മഹത്വവൽക്കരിക്കുകയൊന്നും ചെയ്യില്ല എന്ന് മേയർ തന്നെ പറയുകയും ചെയ്തു. പക്ഷേ അത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. അത് ഒരു ടോയ്ലറ്റ് സ്ഥാപിക്കുക നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. കാരണം അതിന് സ്ഥലം വേണം, രണ്ടാമത് അതിന് വെള്ളത്തിൻ്റെ കണക്ഷൻ വേണം, ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് ഈ മോഡുലർ ടോയ്ലറ്റ് ആകുമ്പം ഏതെങ്കിലും കമ്പനികളെ ഏൽപ്പിച്ചാൽ മതി. അതിനുള്ള കമ്പനികളുണ്ട്, അവർ ഓരോ സ്ഥലത്തും സ്ഥാപിക്കും. അവർ തന്നെ അതെല്ലാം മെയിൻ്റനൻസ് എല്ലാം നടത്തും. വർഷം തോറും പൈസ കൊടുത്താൽ മതി. എന്തായാലും അതൊരു നല്ല കാര്യമാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പേ ആൻഡ് യൂസ് ടോയ്ലറ്റുകൾ ധാരാളമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ന്യൂയോർക്ക് സിറ്റിയിൽ അങ്ങനെയില്ല. ഇത്രയും മനുഷ്യരുള്ള സ്ഥലത്ത്, ഇത്രയും പുരോഗമന
പിന്നെ പിന്നെ പുരോഗതി പ്രാപിച്ച ഒരു പിന്നെ നഗരത്തിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളില്ല എന്ന് പറയുന്നതും ഒരു മോശപ്പെട്ട കാര്യമാണ്. ഇപ്പോഴെങ്കിലും അത് നേരത്തെയൊക്കെ ശ്രമിച്ചതാണ്, പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. എന്തായാലും മാംദാനിയുടെ കാലത്ത് ആ ഒരു മാറ്റം, ഒരു പരിഷ്കാരം ഉണ്ടാവട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ ആളുകൾ വന്നു കഴിയുമ്പം, ചെറുപ്പക്കാരൊക്കെ വന്നു കഴിയുമ്പം അവർ പുതിയ ആശയങ്ങളും പുതിയ കാര്യങ്ങളും നടപ്പിൽ വരുത്താനായിട്ട് നോക്കും. ഈ പഴഞ്ചൻ ആളുകൾ വന്ന് പഴയ രീതിയിലങ്ങ് പോകുന്നതിന് പകരം എന്തായാലും ഇതൊന്ന് നടക്കട്ടെ, ഇത് വിജയിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ടോയ്ലറ്റ് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ ടോയ്ലറ്റിനെ പറ്റി പറയുമ്പം സിയാറ്റിലാണെന്ന് തോന്നുന്നു എയർപോർട്ടിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ക്യൂ ആണ് ടോയ്ലറ്റിലേക്ക്, ഒരേ ടോയ്ലറ്റ്. അപ്പം ക്യൂവിൽ നിൽക്കുക, പിന്നെ ആദ്യം ഓപ്പൺ ചെയ്യുന്ന ടോയ്ലറ്റിലേക്ക് സ്ത്രീ ആണെങ്കിൽ സ്ത്രീ, പിന്നെ പുരുഷനാണെങ്കിൽ പുരുഷൻ കയറുന്ന ഒരു സംവിധാനം. ഒരുപക്ഷെ നാളെ എല്ലായിടത്തും അങ്ങനെയും ഒരു സംവിധാനം വന്നുകൂടാഴികയില്ല. അതും ഒട്ടും മോശമാണെന്ന് പറയുന്നില്ല. എല്ലാവർക്കും തുല്യാവകാശം പറയുമ്പോൾ ഇക്കാര്യത്തിനും ഒരു തുല്യത വരേണ്ടതുണ്ടല്ലോ.